ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയം ഉയർത്തി പ്രക്ഷോഭം തുടരാൻ കോൺഗ്രസ് തയ്യാറെടുക്കുന്നു. ഇന്ന് ചേർന്ന രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിലാണ് തീരുമാനമുണ്ടായത്. BJP നിലപാടും തുറന്നു കാട്ടാൻ തീരുമാനമെടുത്തു. റിനു ശ്രീധർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. റിനു, പറയൂ. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രക്ഷോഭത്തിലേക്ക് പോകാൻ തന്നെയാണ് ഇപ്പോൾ UDFന്റെ തീരുമാനം. ഇന്ന് ചേർന്ന രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ കണ്ടുകൊണ്ട് ഇത്തരമൊരു പ്രക്ഷോഭ പരിപാടി സംഘടിപ്പിക്കുവാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഒപ്പം BJPയും അതുപോലെ തന്നെ LDFും തമ്മിൽ വലിയ രീതിയിലുള്ള കൂട്ടുകെട്ടാണ്. ഈ വിഷയത്തിൽ തന്നെ BJP LDF സർക്കാരിനെതിരെ ഒരു തരത്തിലുള്ള പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടില്ല. ഇതെല്ലാം തന്നെ ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടും എന്നുള്ള ഒരു കാര്യവും സണ്ണി ജോസഫ് വാർത്താ സമ്മേളനത്തിൽ മാധ്യമങ്ങളെ അറിയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്തായാലും വലിയ ഗൂഢാലോചന നടത്തിയിട്ടുണ്ട് സംസ്ഥാനത്ത് ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ഓരോരുത്തരെയായി ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി അധികം താമസിക്കാതെ തന്നെ വലിയ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ അവരുടെ കയ്യിൽ ഉൾപ്പെടെ വിലങ്ങ് വീഴും എന്നുള്ള ഒരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. എന്തായാലും ദേവസ്വം ബോർഡ് അധ്യക്ഷനായ അല്ലെങ്കിൽ പ്രസിഡന്റായ K. ജയകുമാറിനെ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്ന ഒരു സാഹചര്യം. അദ്ദേഹം ചുമതല ഏറ്റെടുക്കും. അത് വലിയ രീതിയിൽ നല്ല കാര്യമാണ്. പക്ഷേ ഒരു പ്രശ്നം എന്ന് പറയുന്നത് സർക്കാർ തലത്തിലുള്ള ഒരു നേതൃത്വം ഈ ദേവസ്വം ബോർഡിൽ വന്നത് വലിയ രീതിയിൽ അഴിമതി ഉണ്ടാക്കുന്നു എന്നുള്ളത് സർക്കാരിന് തന്നെ ബോധ്യപ്പെട്ടു എന്നുള്ളതാണ്. ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് സംസ്ഥാന സർക്കാർ ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് പോയത്. എന്തായാലും ജയകുമാർ എന്ന് പറയുന്നത് എല്ലാവർക്കും സ്വീകാര്യനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഒരു തരത്തിലും അഭിപ്രായ വ്യത്യാസമില്ല എന്നുള്ളതാണ്. എന്തായാലും ശബരിമല വിഷയം ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് കൊണ്ടുവന്നുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കാൻ തന്നെയാണ് ഇപ്പോൾ UDF തീരുമാനിച്ചിട്ടുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.